ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ചിട്ടാണ്. ശശി തരൂരിന്റെ ഒരു ആർട്ടിക്കിളാണ് ഇന്ന് ഫസ്റ്റ് ന്യൂസിലേക്ക് വന്നിരിക്കുന്നത്, ഓപ്പൺ എഡിറ്റോറിയലിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിതമായിട്ട് 80 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 1945 ഒക്ടോബർ 24 ഒഫീഷ്യലി യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത്? ലോകത്തിന്റെ എല്ലാവരുടെയും പവർ യുണൈറ്റഡ് നേഷൻസിലേക്ക് വരാനായിട്ട് വേണ്ടിയിട്ടാണോ? അല്ല, ഗ്ലോബൽ പീസ് ഉറപ്പുവരുത്തുക, ലോക സമാധാനം ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു യുണൈറ്റഡ് നേഷന്റെ ലക്ഷ്യം. സോ ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിരിക്കുന്ന ഒരു ഫേസിൽ യുണൈറ്റഡ് നേഷൻ കുറച്ചും കൂടി ഒരു ആപ്റ്റായ, അതായത് അമേരിക്ക ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് ലോകത്തിൽ മാറി. സോ ആ അവസരത്തിൽ ഒരു യൂണിപോളാർ വേൾഡിലേക്കും ഒരു ബൈപോളാർ വേൾഡിലേക്കും പോകാനായിട്ടുള്ള ഒരു സാഹചര്യമുള്ള സമയത്ത് മറ്റൊരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1945 ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടന്റ് ഡിക്ലറേഷൻ ഉണ്ട്, യാൾട്ട കോൺഫറൻസ് അല്ലെങ്കിൽ യാൾട്ട ഡിക്ലറേഷൻ എന്ന് പറയും. അത് നടക്കുന്നത് 1941 മുതലാണ്. അപ്പോൾ ഒരു ലോക സംഘടന എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ട്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം മുതൽ എന്തുണ്ട് ചിന്തയിലുള്ള ഒരു കാര്യമാണ്. 1919-20 കാലഘട്ടങ്ങളിൽ നമ്മളുടെ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയിട്ട് ലീഗ് ഓഫ് നേഷൻ പൊളിയുകയാണ്. ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കിയ ഒരു സംഘടന രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും അതിനുശേഷം അത് ഇല്ലാതാവുകയും ചെയ്യുകയാണ്. സോ ആ ഒരു വാക്വത്തിലാണ് എന്ത് വരുന്നത്, നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യുണൈറ്റഡ് നേഷന്റെ 5 ഓർഗനൈസേഷനുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഉണ്ട്, സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്, എക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഉണ്ട്, ദെൻ വേറെ ഏതാ ഉള്ളത്, ദെൻ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, ഹെയ്ഗ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, അങ്ങനെ 5 പ്രിൻസിപ്പൽ ഓർഗനൈസേഷനുകളാണ് നമ്മളുടെ യുണൈറ്റഡ് നേഷൻസിനുള്ളതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രധാനമായിട്ട് അറിയാം. ദെൻ ഇവിടെ ശശി തരൂർ പറയുന്ന ഒരു കാര്യം എന്താണ്? ഇനി നമ്മളുടെ ഡിസ്കഷനിലേക്ക് വരാം. ശശി തരൂർ എന്താ പറയുന്നത്? യുണൈറ്റഡ് നേഷന്റെ പ്രസക്തി അവസാനിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? UPSC ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ യുണൈറ്റഡ് നേഷന്റെ ഒരു പ്രസക്തി അവസാനിച്ചിട്ടുണ്ടോ? കുറച്ച് നാൾ മുമ്പ് ഞാൻ നമ്മളുടെ ഒരു മോക്ക് ഇന്റർവ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് കയറുകയാണ്, യുണൈറ്റഡ് നേഷൻസിൽ നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്യും, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന്റെ ആവശ്യകത ഉണ്ടോ നമുക്ക്? ശശി തരൂർ പറയുന്ന ഒരു കാര്യം, യുണൈറ്റഡ് നേഷൻസിന് പല പോരായ്മകളും ഉണ്ട്. അവര് റാവണ്ടൻ ക്രൈസിസിൽ 1992 റാവണ്ട മസാക്കറിൽ അവർക്ക് തെറ്റുപറ്റി. ഡിഫറെന്റ് കാര്യങ്ങളിൽ നമ്മളുടെ ഗസ പ്രശ്നം അവർക്ക് പരിഹരിക്കാനായിട്ട് പറ്റുന്നില്ല, നമ്മളുടെ റഷ്യ യുക്രൈൻ വാർ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളിൽ വേൾഡ് പീസിന് വേണ്ടിയിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ യുണൈറ്റഡ് നേഷൻ മൊത്തമായിട്ടും പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവർ നിലകൊള്ളുന്നില്ലെന്നോ പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ ശശി തരൂർ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് മാത്രമാണ്, അതായത് വേൾഡ് എങ്ങനെയാണോ അതിന്റെ ഒരു റെപ്ലിക്കയാണ് യുണൈറ്റഡ് നേഷൻസ്. സോ വേൾഡില് ഡിഫറെന്റ് പവർ ബാലൻസുകൾ ഉണ്ട്. ഈ പവർ ബാലൻസുകൾ എവിടെയും റിഫ്ലക്ട് ചെയ്യും, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, സോ യുണൈറ്റഡ് നേഷൻസ് നമുക്ക് വേണം, അത് തന്നെയായിരിക്കണം UPSC ആസ്പിരന്റിന്റെയും സ്റ്റാൻഡ്. യുണൈറ്റഡ് നേഷൻസ് നമുക്ക് വേണം, പക്ഷേ അത് റിഫോം ചെയ്തിരിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് റിഫോം ചെയ്യാനായിട്ട് പറ്റും? എങ്ങനെയൊക്കെ റിഫോം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഒരു ഓർഗനൈസേഷൻ ആണല്ലോ, അല്ലെങ്കിൽ 5 ഹെഡ്സിൽ 5 ഹാൻഡ്സിൽ ഒരു ഹാൻഡ് ആണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിൽ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? പെർമനന്റ് 5 മെമ്പേഴ്സ് നമ്മളുടെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ്, ആരൊക്കെയാണ് 5 മെമ്പേഴ്സ്? ഒന്ന് ഓഫ് കോഴ്സ് USA ഉണ്ട്, ദെൻ കൊളോണിയൽ പവർ ആയിട്ടുള്ള UK ഉണ്ട്, ദെൻ ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്. ഈ 5 പവേഴ്സുമാണ് പെർമനന്റ് 5 അല്ലെങ്കിൽ P5 കൺട്രീസ് എന്ന് പറയുന്നത്. ദെൻ ഇവരാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഒരു കേസ്
നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ P5 മെമ്പേഴ്സ് ഒരുമിച്ചൊരു കൺസെൻസസിൽ എത്തിയാൽ മാത്രമേ അത് ഒരു പോളിസി ആയിട്ടോ അല്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്യാനായിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിന് സാധിക്കുകയുള്ളൂ. ഒരാളെങ്കിലും അതിൽ നിന്ന് പിൻവാങ്ങി കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് എന്താണ് അതവിടെ വെച്ച് തീരും. ഓക്കെ, സോ മുന്നോട്ടൊരു പോക്ക് ആ ഒരു പ്രയത്നത്തിന് ഉണ്ടാവില്ല. സോ അതാണ് ഒരു സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു റിജിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇന്ത്യ എന്താണ് 4th ലാർജസ്റ്റ് എക്കോണമിയാണ്, 2nd ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ള കൺട്രിയാണ്. ദെൻ ഗ്ലോബൽ സൗത്തിൽ നമുക്കൊരു പവർ ഉണ്ട്. ഈ പവറിനെല്ലാം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിലേക്കുള്ള ഒരു റിഫോർമേഷൻ സാധിച്ചുകൊണ്ട് P5 മെമ്പേഴ്സിൽ നമ്മൾ മെമ്പർ ആവുക എന്നുള്ളത് നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് തന്നെയാണ് ശശി തരൂരും ഇവിടെ പറയുന്നത്, നമ്മളുടെ സെക്യൂരിറ്റി കൗൺസിലിനെ റിഫോം ചെയ്യുക. ദെൻ കുറച്ചും കൂടി ഫിനാൻസ് ഇവിടെ ഒരു പ്രോബ്ലം ആണ്. എങ്ങനെയാണ് ഫിനാൻസ് പ്രോബ്ലം ആവുന്നത്? ഫിനാൻസ് പ്രോബ്ലം ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണെങ്കിലും അല്ലെങ്കിൽ UN വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ഫണ്ട് വേണമല്ലോ ഇവർക്ക്. ഇപ്പോൾ ജനറൽ സെക്രട്ടറിക്ക് ഓരോ ബ്യൂറോക്രാറ്റിനും പണിയെടുക്കാനായിട്ട് ഫണ്ട് വേണം, ഓരോ പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഫണ്ട് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഫണ്ട് കൊടുക്കുന്നത് ആരാണ്? അമേരിക്കയെ പോലെ വലിയ സഖ്യകക്ഷികളായിരിക്കും ഇതിനെല്ലാത്തിനും ഫണ്ട് കൊടുക്കുന്നത്. സോ അമേരിക്കയുടെ ഇൻട്രസ്റ്റിന് എതിര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവര് ഫണ്ട് റെഡ്യൂസ് ചെയ്യില്ലേ? ചെയ്യും. സോ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ഒരു മേജർ പ്രോബ്ലമാണ്. ദെൻ വേറെ എന്തൊക്കെ പ്രോബ്ലങ്ങൾ പറയും? അങ്ങനെ ഡിഫറെന്റ് പ്രോബ്ലംസ് നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊന്നും യുണൈറ്റഡ് നേഷൻസ് നിർവീര്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ടുള്ള എക്സാമ്പിളുകളല്ല. ഓക്കെ, അതിന്റെ റിഫോർമേഷൻസ് ചെയ്യാനായിട്ടുള്ള എക്സാമ്പിളുകൾ ഉണ്ട്. എന്നാൽ യുണൈറ്റഡ് നേഷൻ നിർവീര്യമാണോ എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, യുണൈറ്റഡ് നേഷൻസ് നിർവീര്യമല്ല. പക്ഷേ ചില പ്രോബ്ലംസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നിർവീര്യമല്ല എന്ന് പറയുന്നത്? യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോഴ്സുകളെ അസൈൻ ചെയ്യുന്നുണ്ട്. ദെൻ വേൾഡ് ഫുഡ് പ്രോഗ്രാം, യൂണിസെഫ്, ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന ഗോളുകളോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും ഉദാഹരണം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റുമോ? നോ ഹങ്കർ, നോ പോവർട്ടി, എന്താണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ബെറ്റർ ഹെൽത്ത്, എന്താണ് നമ്മളുടെ ജെൻഡർ ഈക്വാലിറ്റി. ഇങ്ങനെ 17ഓളം ഗോളുകൾ എന്തിലേക്ക് വരുന്നുണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലേക്ക് വരുന്നുണ്ട്. സോ അതിനോട് കിടപിടിക്കുന്ന ഒരു ഉദ്യമം നമുക്ക് കാണിക്കാനായിട്ട് പറ്റുമോ? ദെൻ യൂണിസെഫിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കൂ. സുഡാൻ ഏരിയ, നൈജീരിയ ഏരിയ, അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ എത്തിക്കാനായിട്ട് ഇതുപോലെയുള്ള സംഘടനകൾക്ക് സാധിക്കുന്നുണ്ട്. ദെൻ ഹെൽത്ത് സെക്ടറിലേക്ക് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. യൂണിസെഫും അവിടെ ഒരു ഭാഗമാണ്. ദെൻ വേൾഡ് പീസ് കീപ്പിംഗ് ഫോഴ്സ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങളിൽ ഇവർ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ലോകത്തിന്റെ പീസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട്, വിച്ച് മീൻസ് നമ്മളുടെ വേൾഡ് പീസിന് വേണ്ടിയിട്ട് നിലകൊള്ളാനായിട്ട്, യുദ്ധങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അതൊരു എന്താണ് ഡീമെറിറ്റ് തന്നെയാണ്. അതിന് റിഫോമുകൾ ആവശ്യമാണ്. ഇതാണ് ഈ ഒരു ഡിസ്കഷനിൽ ഇദ്ദേഹം പറയുന്നത്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. എങ്ങനെയാണ്? പലപ്പോഴും ചോദിക്കാറുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഇപ്പോ വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന്റെ പ്രവർത്തികൾ കറന്റ്ലി എന്താണ് ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എലൂസിഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരും. യുണൈറ്റഡ് നേഷൻസിന്റെ കറന്റ് റെലവൻസിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് മെയിൻസ് പെർസ്പെക്റ്റീവില്. ദെൻ പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഇത് ഓരോ സംഘടനകളുടെയും ഹെഡ്സുകളെ കുറിച്ചിട്ടും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടിയിട്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകണം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് ഓൾസോ റിലേറ്റഡ് ടു ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇല്ലേ? ഇപ്പോ ഇന്ത്യയിൽ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ നിയമം ബാധകമാകുമോ ഇല്ലയോ? നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ഒരു കൗൺസിലേറ്റ് വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ICC2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ നമ്പർ പ്ലേറ്റിന്റെ അവിടെ നീല ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾ കാണാനായിട്ട് പറ്റും. അങ്ങനെ യുണൈറ്റഡ് നേഷന്റെ പ്രതിനിധികളും അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പ്രതിനിധികൾക്കാണ് ഇങ്ങനെ പ്രത്യേക പ്രിവിലേജുകൾ ഉള്ളത്. പ്രിവിലേജുകൾ മാത്രമല്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, അവർക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ഇന്ത്യൻ നീതി പീഠത്തോട് ആൻസറബിൾ അല്ല.
ആൻസറബിൾ ആകേണ്ട ആവശ്യമില്ല. സോ അതിന്റെ ഒരു ക്രൈറ്റീരിയയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അവരുടെ ലീഗാലിറ്റി എന്ന് പറയുന്നത്, അവർ ആരോടാണ് ലീഗലി ആൻസറബിൾ ആയിട്ടുള്ളത്. സോ ഫങ്ഷണൽ നെസസിറ്റി എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ ആണ് ഇവിടെ ബേസിസ് ആയിട്ട് വരുന്നത്. അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഫങ്ഷനാലിറ്റി ചെയ്യണമെങ്കിൽ ഫങ്ഷണൽ നെസസിറ്റി എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്. അതെന്താ പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ യൂണിസെഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷന്റെ പീസ് കീപ്പിംഗ് ഫോഴ്സ് സുഡാനിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഏരിയയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടത്തെ മാഫിയകളുമായിട്ടും അല്ലെങ്കിൽ അവിടത്തെ ബില്യനേഴ്സ് രാജുമായിട്ടും അല്ലെങ്കിൽ അവിടത്തെ ഉള്ള ഏറ്റവും നെക്സസുകളായിട്ട് പടപൊരുതേണ്ടത് ആവശ്യമാണ്. സോ അവരായിട്ട് പടപൊരുതുമ്പോൾ ഇവരൊരു കേസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഇവർക്ക് ആൻസറബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഇവരുടെ കേസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോ കൃത്യമായിട്ട് സാധാരണ ആളുകളിലേക്ക് എന്തെത്തില്ല, യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫുഡ് ആയിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഇങ്ങനെ എത്താനായിട്ട് വൈകും. സോ ആ സമയത്ത് ഈ ഫങ്ഷണൽ നെസസിറ്റിയുടെ ഒരു ഡോക്ട്രൈൻ നമ്മൾ അവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇടം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നു. അവര് ലോക അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ ആണ്, അതുകൊണ്ട് അവരുടെ കേസുകൾ നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു ഇമ്മ്യൂണിറ്റി അവർക്ക് കൊടുക്കും. പക്ഷേ അത് അബ്സല്യൂട്ട് അല്ല. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ എംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, എംപ്ലോയ്മെന്റ് ഡിസ്പ്യൂട്ടുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുക? സോ ഞാൻ ഇന്ത്യയിലെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസ് ശമ്പളം തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഏത് ആർട്ടിക്കിൾ വഴി പോകാം എനിക്ക്? ആർട്ടിക്കിൾ 32 ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്. ഓർക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 32. എനിക്ക് ഹൈക്കോടതിയിലേക്ക് പോകണമെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഞാൻ ഹൈക്കോടതിയിലേക്കും പോകും. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ഹൈക്കോടതി പറയുകയാണ്, മോനെ മാത്യു, എനിക്ക് ഇതില് എന്തില്ല, എന്റെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന കാര്യമല്ല, കാരണം ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അവർക്ക് ഫങ്ഷണൽ നെസസിറ്റി ഡോക്ട്രൈനിൽ എന്തുണ്ട്? ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യും? സോ എന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു നീതി, നാച്ചുറൽ ജസ്റ്റിസ് ആണ് എനിക്ക് അവിടെ ഡിനൈ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഫങ്ഷണൽ നെസസിറ്റി ഡോക്ട്രൈൻ എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് കാര്യമല്ല. പകരം നമ്മളുടെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് തന്നെ എന്ത് ചെയ്യണം? ഇത് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസിലൂടെയൊക്കെ പരിഹരിക്കണം. യുണൈറ്റഡ് നേഷൻസ് അങ്ങനെ പരിഹരിച്ചതിന്റെ ഒരു എക്സാമ്പിൾ കൂടി കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്തു? യുണൈറ്റഡ് നേഷൻസിലും ഇതുപോലെ എംപ്ലോയി റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം വന്ന അവസരത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ കോടതിയിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകുന്ന പോലെ യുണൈറ്റഡ് നേഷൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് ഒരു അബ്സല്യൂട്ട് അല്ല എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഇമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ നെസസിറ്റി ഡോക്ട്രൈൻ മാത്രമാണ്, അബ്സല്യൂട്ട് അല്ല എന്ന് മാത്രം ആലോചിക്കുക. ദെൻ ഇന്നലെ പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ആണ്. ഡീപ് ഫേക്കുകളുടെ ചലഞ്ചുകൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു പുതിയ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു. പുതിയ പ്ലാൻ അല്ല, പുതിയൊരു റൂള് അമൻഡ് ചെയ്തു, അല്ലെങ്കിൽ പുതിയൊരു റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് റൂള്? നിങ്ങളിപ്പോ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡീപ് ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെ എന്ത് ചെയ്യണം? അത് AI ആണ് എന്ന് ലേബൽ ചെയ്യണം. എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജെമിനിയിൽ ഒരു ഗിബിളി ഫിൽട്ടർ ഉള്ള ഒരു പിക്ചർ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന പിക്ചർ, അങ്ങനെയുള്ള പിക്ചറുകളൊക്കെ നമ്മൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം? ആ ജെമിനി തന്നെ, നിങ്ങൾ ജെമിനിയിൽ പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജെമിനിയുടെ ഏറ്റവും ലാസ്റ്റില് ഒരു സ്റ്റാർ പോലെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റാർ അല്ല, ഒരു പ്ലസ് ഇങ്ങനെ വട്ടത്തിൽ ഇട്ടിരിക്കുന്ന ഒരു ചിഹ്നം, നമ്മളുടെ പഴയ ടൈലുകളുടെയൊക്കെ ഒരു സെന്റർ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. വിച്ച് മീൻസ് ഇറ്റ് ഈസ് AI ജനറേറ്റഡ്.
സോ ആ ഒരു കാര്യം എല്ലാ AI ജനറേറ്റഡ് ഇമേജുകൾക്കും വീഡിയോസിനും ഡീപ് ഫേക്ക് വീഡിയോസിനും എല്ലാത്തിനും എന്താകണം, നിർബന്ധമാക്കുന്ന ഒരു റൂളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യേണ്ട സമയമില്ല, 210 ദിവസമേ നമുക്ക് എക്സാമിനേഷൻ ഉള്ളൂ. ഓക്കെ, സോ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീക്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലും ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്താണ്, ഒരു മാളിലേക്ക് ഒരു പുലി ഇറങ്ങുന്ന അത്രയും ഒറിജിനാലിറ്റി ഉള്ള ഒരു വീഡിയോ. സോ പലരും അത് കണ്ട് പേടിച്ചുപോയി. സോ അത് ഒറിജിനൽ ആണോ, അല്ലെങ്കിൽ അത്രയും ഒറിജിനാലിറ്റി ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ആ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വരെ പേടിച്ചു, മാളില് പുലി ഇറങ്ങി എന്ന് വിചാരിച്ചിട്ട് ഞാനും പേടിച്ചുപോയി. അപ്പോ എന്താണ്, അപ്പൊ പറഞ്ഞു വന്നത്, സോ അങ്ങനെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആളുകൾക്കിടയിൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാം, പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു റൂളാണ് എന്ത്, നമ്മളുടെ IT റൂൾസിലെ ഈ ഒരു പുതിയ അമെന്റ്മെന്റ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് എന്തിലേക്ക് എഴുതാനായിട്ട് പറ്റും? നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് ബെസ്റ്റ് എക്സാമ്പിൾസുകളായിട്ട് നമ്മളുടെ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസിൽ വുമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ബെസ്റ്റ് ആർട്ടിക്കിൾ ആണ്. എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ തമിഴ്നാട് ഗവൺമെന്റിന്റെ ഫാക്ടറി റൂൾസ് അമെന്റ് ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട് ഗവൺമെന്റിന്റെ ഫാക്ടറി റൂൾസ് പ്രകാരം പണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. ഓക്കെ, പണ്ട് 1950 നിയമമാണ് എന്ത്, സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ടൊക്കെ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന നിയമമാണ്. സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ രാത്രി നൈറ്റ് ഷിഫ്റ്റ് അലോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ദെൻ മറ്റൊരു കാര്യമാണ്, ഹസാഡസ് എൻവിറോൺമെന്റുകളിൽ സ്ത്രീകൾ പണിയെടുക്കേണ്ട, അവിടെ പുരുഷന്മാർ മാത്രം പണിയെടുത്താൽ മതി എന്ന് പറയുന്ന ഒരു നിയമം കൂടി ഉണ്ടായിരുന്നു. ദെൻ ഈ നൈറ്റ് ഷിഫ്റ്റ് റൂള് കുറെ നാളുകൾക്ക് മുൻപ് എടുത്തു കളഞ്ഞു. ദെൻ ഹസാഡസ് എൻവിറോൺമെന്റൽ എക്സാക്ട്ലി 20 ഓപ്പറേഷൻസ് എന്താണ് ഡേഞ്ചർ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ വുമൻസ് എംപ്ലോയ്മെന്റ് ചെയ്യണ്ട എന്നുള്ളതായിരുന്നു തമിഴ്നാടിന്റെ റൂള്. ആ റൂള് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. സോ വുമൻസിന്റെ ഗ്ലാസ് സീലിംഗിനെ കുറിച്ചിട്ടൊക്കെ നമ്മളുടെ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസിൽ നമ്മളുടെ GS പേപ്പർ 1 ഡിസ്കസ് ചെയ്യും. അപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ അതെങ്ങനെയാണ്, അതായത് നിങ്ങൾ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഹൈലി എംപ്ലോയിഡ് ആയിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നിങ്ങളോട് പറയാണ് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. UPSCയിൽ ഇത് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? സോ വുമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ അന്ന് ജൂണിലെ കറണ്ട് അഫയേഴ്സ് കേട്ടിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നപൂർണ ദേവിയുടെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതില് 4 ഹെഡ്സിലേക്ക് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? വുമൻസിന്റെ എംപവർമെന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ആക്സസ് ടു റൈറ്റ്, ആക്സസ് ടു ഓപ്പർച്യൂണിറ്റി, ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് ന്യൂട്രീഷൻ, ദെൻ ആക്സസ് ടു എന്റർപ്രണർഷിപ്പ്. ഇങ്ങനെ 4 കാര്യങ്ങളിലേക്കായിട്ട് നമുക്ക് ഇവരെ ഡിവൈഡ് ചെയ്യണം. ഈ 4 കാര്യങ്ങളിലും ആക്സസ് കിട്ടുന്നവരാണ് എംപവേർഡ് ആയിട്ടുള്ള വുമൺ. ഓക്കെ, സോ ആക്സസ് ടു എന്റർപ്രണർഷിപ്പിനും ആക്സസ് ടു വർക്കിനൊക്കെ അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾ രാത്രി വർക്ക് ചെയ്യണ്ട എന്ന് പറയുന്നത് ഒരു കിരാതമായിട്ടുള്ള നിയമമായിരുന്നു. അത് നമ്മളുടെ തമിഴ്നാട് ഗവൺമെന്റ് എടുത്തു മാറ്റി. ആ ഒരു നൈറ്റ് വർക്ക് എന്ന് പറയുന്നത് കുറെ നാളായിട്ട് എടുത്തു മാറ്റിയ ഒരു കാര്യമാണ് കേട്ടോ. ദെൻ എന്താണ് ഇപ്പൊ എടുത്തു മാറ്റിയിരിക്കുന്നത്, 20 ഹസാഡസ് ഡേഞ്ചറസ് എൻവിറോൺമെന്റുകളിൽ വർക്ക് ചെയ്യേണ്ട എന്ന് പറയുന്ന ആ ഒരു റൂളും എടുത്തു മാറ്റിയിരിക്കുകയാണ്. സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോയിൽ ഒരു 50% നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ, ഈക്വൽ വുമണും മെന്നും ഈക്വൽ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്നത്തെ ഈ ഒരു എഡിറ്റോറിയൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിലേക്ക് വന്നേ. മൺസൂണിനെ കുറിച്ചിട്ട് ഞാൻ അതിന്റെ പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, മൺസൂണിനെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ട്. എങ്ങനെയാണ് തമിഴ്നാടിന് മൺസൂൺ കിട്ടുന്നത്, നമ്മളുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ കിട്ടുന്നത് എങ്ങനെയാണ് തമിഴ്നാടിന് എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ദെൻ സ്റ്റബിൾ ബേണിംഗ്, പഞ്ചാബിലെ സ്റ്റബിൾ ബേണിംഗ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷൻ ഉണ്ട്. അവിടെ പറയുന്നത് എന്താണ്, സ്റ്റബിൾ ബേണിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റബിൾ ബേണിംഗ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്, ഫയർ ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയാസിന്റെ അളവ് കൂടിയിട്ടുണ്ട്. സോ പൊല്യൂട്ടൻസ് വരുന്ന അളവ് ഏകദേശം സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ എഫേർട്സുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റബിൾ ബേണിംഗ് എനിക്ക് തോന്നുന്നു
23,000 ഹെക്ടർ ഏരിയയിൽ നിന്നും എന്തിലേക്ക് വന്നിട്ടുണ്ട്, ഒരു 11,000-ലേക്ക് നമ്മളുടെ സ്റ്റബിൾ ബേണിംഗ്, പഞ്ചാബിന്റെ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്ന ഒരു ക്രൈസിസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ കൂട്ടം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡാറ്റാസിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഡാറ്റാസിന്റെ എന്താണ് റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പാടില്ല. ഓക്കെ, സോ ആ ഒരു 2 ഡിസ്കഷനും കൂടിയിട്ട് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് പഠിക്കുക. ഏതൊക്കെയാണ്? നമ്മളുടെ നോർത്ത് ഈസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ടിട്ട് തമിഴ്നാടിന് എങ്ങനെ മഴ കിട്ടുന്നു, മുല്ലപ്പെരിയാർ ഡാം എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്കഷൻ. ദെൻ അതിന്റെ താഴെ വരുന്ന മറ്റൊരു ഡിസ്കഷൻ കൂടിയുണ്ട്. എന്താണ്? ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെഷനിൽ നമ്മളുടെ സ്റ്റബിൾ ബേണിംഗ്, പഞ്ചാബിന്റെ സ്റ്റബിൾ ബേണിംഗ് ക്രൈസിസ് കുറഞ്ഞോ ഇല്ലയോ? കുറഞ്ഞു എന്നാണ് ഡാറ്റാസ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു 2 ഡിസ്കഷനും കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിൽ ആഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ.